ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാർബിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. മാർബിൾ കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1.5 ടീസ്പൂൺ, പൗഡർഡ് ഷുഗർ 1 കപ്പ്, ബട്ടർ 125 ഗ്രാം, വാനില എസൻസ് 1 ടീസ്പൂൺ, എഗ് 2, മിൽക്ക് 1 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്ത് ഒരു 2 പ്രാവശ്യം തരിച്ചെടുക്കണം. കട്ട ഒന്നും ഇല്ലാതിരിക്കാനും പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ സൈഡിലും എത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അതിനുവേണ്ടി 125 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. എഗ് 1 by 1 ആയിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ആദ്യം 1 എഗ്ഗ്, ഇനി നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നു. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാനിതിന് ചേർക്കുന്നത്.
ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ആദ്യം തരിച്ച് വെച്ചിരിക്കുന്ന മൈദ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ബാക്കി മൈദ മിക്സ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് പാലും കൂടി ഒഴിച്ച് വീണ്ടും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ബീറ്ററിൽ. ടൈറ്റായിട്ട് വരുമ്പോൾ കുറച്ച് പാല് ഇടവിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തടി വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പാല് കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ 1 കപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും വേണ്ടി വന്നിട്ടില്ല. ഒരു 3/4 കപ്പ് മതിയാവും. ഇനി നമുക്കിത് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. കുറച്ച് വാനില ഫ്ലേവർ മാറ്റി വെക്കാം. ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 ലെയറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഫ്രൈ പാന് 3 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഈ ചൂടാക്കിയ ഫ്രൈ പാനിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ഞാൻ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വാനില മിക്സ്, അങ്ങനെ ഇടവിട്ട് മാറി മാറി ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ പത്തിരിക്കല്ലിൻ്റെ മേലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാനൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് നമ്മൾ വെക്കുകയാണ്. അടി പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ചൂട് ഓവർഫ്ലോ ആവാതിരിക്കാനും വേണ്ടി, കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തട്ട് വെച്ച് കൊടുക്കുന്നത്. ഒരു ½ ആൻ അവർ ഇങ്ങനെ സിമ്മിൽ വെക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, 2 കളറിൽ മാർബിൾ ആൻഡ് ചോക്ലേറ്റ് ആൻഡ് വാനില എഫക്റ്റ് ഉണ്ട് ഇതിന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.